friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങാപ്പീര കൊണ്ടുള്ള ഒരു മധുരമായിട്ടാണ്. ഇത് തേങ്ങാപ്പീര എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചിന്തിക്കും അത് നമ്മൾ സാധാരണ കളയാറാണ് പതിവ്. അധികം ആൾക്കാരും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇനി തേങ്ങാപ്പീര കളയണ്ട. അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ നല്ലൊരു അടിപൊളി മധുരം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഡയറ്റിലിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഷുഗർ പേഷ്യൻസ് ഇവർക്കൊക്കെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ഒത്തിരി ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുന്ന ഒരു മധുര പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ തേങ്ങാപ്പീര എടുത്ത് വന്നിട്ടുണ്ട്. ഇത് ഒരു തേങ്ങയുടെ തേങ്ങാപ്പീരയാണ്. അപ്പോൾ ഇതിനകത്തുള്ള പാലൊക്കെ ഞാൻ നന്നായിട്ട് എടുത്തിട്ടുള്ള തേങ്ങാപ്പീരയാണ്. അപ്പോൾ ഇതൊരു 15 മിനിറ്റോളം ഞാനൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഞാനിത് കയ്യിലൊന്ന് തിരുമ്മി കാണിക്കാം. ഒട്ടും തന്നെ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ഒരു തരി പോലും വെള്ളമോ അല്ലെങ്കിൽ എണ്ണമയോ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. തേങ്ങാപ്പാലിൻ്റെ ഒരു നനവ് ഒന്നും ഉണ്ടാവില്ല. നല്ലതുപോലെ തന്നെ ഡ്രൈ ആയിട്ടിരിക്കും കേട്ടോ. ഇങ്ങനെ തന്നെ ഡ്രൈ ആയിട്ടുള്ളത് തന്നെയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ തേങ്ങയുടെ പാലെല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സക്സസ് ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു 15 മിനിറ്റ് എങ്കിലും ഫ്രീസറിനകത്ത് വെക്കുക. ഫ്രിഡ്ജിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെക്കുക. ഫ്രീസറാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ എടുത്ത് വന്നിട്ടുള്ള തേങ്ങാപ്പീര നല്ലതുപോലെ ഒന്ന് നമുക്ക് കൈകൊണ്ടൊന്ന് തിരുമ്മി അതിനെന്തെങ്കിലും കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഉണ്ടാക്കാനുള്ള ഒരു പാത്രമാണ് കേട്ടോ. അപ്പം ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിനകത്താണ് ഈ ഒരു മധുരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഈ പാത്രം ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ നെയ്യാണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. നമുക്കറിയാം മധുരം എന്ന് പറയുമ്പോൾ ഇച്ചിരി നെയ്യൊക്കെ വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളമുള്ള നെയ്യാണ് എടുക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നാക്കി കുറയ്ക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബർഫി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇച്ചിരി കശുവണ്ടി ഒന്ന് വറുത്തെടുക്കുകയാണ്. കശുവണ്ടിയൊക്കെ ഉണ്ടെങ്കിലാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ്. നമ്മളിത് സാധാരണ പാലുള്ള അല്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കൊണ്ട് ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ അതിൻ്റേതായ കുറവുണ്ട്. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഷുഗർ പേഷ്യൻറ്റിനാണെങ്കിൽ അല്ലെങ്കിൽ കൊളസ്ട്രോളുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ, ഇനി അതുമല്ല ഇപ്പം ഡയറ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ കശുവണ്ടി ഒന്ന് വറുത്ത് കോരി എടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതേ പാത്രത്തിൽ തന്നെയാണ്, ഇതിനകത്ത് ഇച്ചിരി നെയ്യ് ബാക്കിയുണ്ട്. അപ്പോൾ ഇതേ പാത്രത്തിൽ തന്നെ നമ്മൾ നല്ലതുപോലെ ഉടച്ച് വെച്ചിരിക്കുന്ന ഒന്ന് തിരുമ്മി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു തേങ്ങാപ്പീര ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒത്തിരി ഒന്നും നമുക്ക് റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ മതി. അപ്പോൾ നമുക്കൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം, ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. നമ്മളിതിൻ്റെ അടുത്തുനിന്ന് മാറിപ്പോരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതൊന്ന് ഇളക്കിയെടുത്തിട്ട് വരാം. നമ്മളെല്ലാവരും സാധാരണ അല്ലെങ്കിൽ മിക്കവരും നമ്മൾ ഈ തേങ്ങാപ്പീര കളയാണ് പതിവ്. പക്ഷേ ഈ തേങ്ങാപ്പീര വെച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. തേങ്ങാപ്പീര വെച്ചിട്ട് നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. നല്ലൊരു ദോശ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ തേങ്ങാപ്പീരയാണ് ഏറ്റവും നല്ലത്. നമുക്ക് തോരനുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്താണെങ്കിലും ഈ തേങ്ങാപ്പീര ഇട്ട് കഴിഞ്ഞാലും നല്ല സ്വാദാണ്. നമുക്ക് കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി തേങ്ങാപ്പീര കളയാതിരിക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലതുപോലെ ഞാനൊരു 2 മിനിറ്റ് എടുത്ത് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒത്തിരി ഒന്ന് കളർ മാറണ്ട. ചെറുതായിട്ട് മാറുമ്പോൾ നമുക്ക് ഫ്ലെയിം ലോയിലാക്കിയിട്ട് ഞാനിപ്പോൾ ശർക്കര ഉരുക്കിയതാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അപ്പം അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണ് പറയുക, ഞാനിപ്പോൾ ഇവിടെ ക്യൂബായിട്ടാണ് ശർക്കര കിട്ടുക. അപ്പോൾ ഞാനൊരു 3 ക്യൂബോളമുള്ള ശർക്കരയാണ് ഞാൻ ഉരുക്കിയെടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിതുപോലെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇത് കുറച്ചങ്ങ് വെറ്റായിട്ടാണ് ഇരിക്കുക, ഒന്ന് നനവോട് കൂടെ തന്നെയാണ് ഇരിക്കുക. പക്ഷേ ഇത് കുറച്ചും കൂടെ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് അത്യാവശ്യം കുറച്ചൊന്ന് ഡ്രൈ ആക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു 2 മിനിറ്റോളം ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ശർക്കര വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള നമ്മുടെ കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഉണക്കമുന്തിരിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതാണെങ്കിലും വറുത്ത് ചേർത്ത് കൊടുക്കാം. ഇനി എന്തെങ്കിലും നട്ട്സൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല നട്ട്സ് എന്ന് പറഞ്ഞത് ബദാമോ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ
നമുക്ക് ഒത്തിരി ഒന്ന് ചൂടാറുണ്ട്, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു വലിയ പൊള്ളുന്ന ചൂടൊന്ന് മാറിക്കഴിഞ്ഞെന്നാൽ നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കണം. എന്നിട്ട് ആ പാത്രത്തിൻ്റെ ഷേപ്പിനകത്ത് നമുക്കതൊന്നൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക തേങ്ങ ബർഫി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയായിരുന്നു, നമുക്ക് ഏലക്ക ഇടണം. ഏലക്ക എന്നുള്ളൊരു കാര്യം ഞാൻ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ഏലക്കയുടെ കുരു നല്ലതുപോലെ ഒന്ന് ചതച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിയായിട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ആ ഏലക്കയുടെ കൂടെ പൊടി അല്ലെങ്കിൽ ആ ഒരു ചതച്ചത് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. പക്ഷേ ഇത് കുറച്ചും കൂടെ നേരത്തെ നമ്മൾ ഇട്ട് കൊടുക്കണമായിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു തേങ്ങ ഈ ഒരു ശർക്കര നമ്മൾ ഒഴിച്ചില്ലേ, ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കണമായിരുന്നു. ഞാൻ മറന്നു. പക്ഷെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാനിത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടേസ്റ്റിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഇനി ഞാൻ ഈ ഒരു പാത്രത്തിനകത്തോട്ട് ഞാനിതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊരു സ്പൂൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ആ ഒരു ഷേപ്പിനകത്ത് കൊടുക്കാം. നമുക്കറിയാമല്ലോ ബർഫി എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമ്മൾ ഏത് പാത്രത്തിനകത്താണ് ഇട്ട് കൊടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ഷേപ്പിലാണിത് വരിക. അപ്പോൾ അതുപോലെ ഞാനതൊന്ന് ഇട്ട് കൊടുത്തിട്ട് വരാം. അതുപോലെ തന്നെ തേങ്ങാപ്പീര കൊണ്ടുള്ള റെസിപ്പി കാണണമെന്നുള്ള ആൾക്കാർക്ക് ഞാൻ മുന്നും ഇതുപോലെ തന്നെ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ തേങ്ങ ചമ്മന്തി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചമ്മന്തി ഒത്തിരി നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഒത്തിരി റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് സക്സസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിൽ ഒത്തിരി പേര് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, ഒത്തിരി പേര് ഉണ്ടാക്കാറുണ്ടെന്ന് അറിയാം. അപ്പം ഇതുവരെ അങ്ങനെ ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ തേങ്ങാപ്പീര നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ എടുത്ത് കഴിഞ്ഞിട്ട് അത് കളയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇനി കളയാതെ നമുക്ക് തേങ്ങ ചമ്മന്തിയോ അല്ലെങ്കിൽ ഇതുപോലെ നല്ലൊരു ബർഫിയോ അല്ലെങ്കിൽ നമുക്ക് തേങ്ങാപ്പീര കൊണ്ടുള്ള ദോശ അതൊക്കെ ഒത്തിരി സ്വാദുള്ളത് എന്നതിനേക്കാളും അപ്പുറം ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസുമാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ അതുപോലെ ഇത് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും കഴിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു റെസിപ്പി ആയിരിക്കും ഈ ഒരു ബർഫി എന്ന് പറയുന്നത്. കാരണം അവർക്ക് അത് കഴിക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവത്തില്ല. ഇതിനകത്ത് ഇതൊരു തേങ്ങാപ്പീര കൊണ്ടുണ്ടാക്കിയതാണെന്ന് അവർക്ക് ഒട്ടും തന്നെ മനസ്സിലാവത്തില്ല. കാരണം അത് ആ ഒരു ശർക്കരയുടെ ഒരു ടേസ്റ്റും ആ കാഷ്യൂനട്ടൊക്കെ കിട്ടുന്നതൊക്കെ ഒത്തിരി നല്ലതാണ്. ഞാൻ സ്പൂണൊക്കെ വെച്ച് നല്ലതുപോലൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇച്ചിരി കശുവണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, വറുത്ത കശുവണ്ടി. അപ്പോൾ അതും കൂടെ മേലെ നമുക്കൊരു ഭംഗിക്ക് വെച്ച് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇത് പിന്നെ ഇച്ചിരി ഒന്ന് ചൂടൊക്കെ ആറി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് നമ്മൾ ഹൽവ ഒക്കെ എങ്ങനെയാണ് മുറിക്കുക അതേപോലെ, അല്ലെങ്കിൽ ബർഫി എങ്ങനെയാണ് മുറിച്ചെടുക്കുക അതേപോലെ നമുക്കൊരു കത്തിയോ സ്പൂണോ വെച്ചിട്ട് മുറിച്ചെടുക്കാം. പിന്നെ ഇത് നമ്മൾ ഫ്രഷ് തേങ്ങ ഉണ്ടാക്കുന്ന അതേ പെർഫെക്ഷൻ നിങ്ങൾ വിചാരിക്കരുത്, അത്രയും പെർഫെക്ഷൻ ഒന്നും കിട്ടത്തില്ല. പക്ഷേ നമ്മൾ തേങ്ങാപ്പീര കളയാതെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ നെയ്യുടെ അളവൊക്കെ നമ്മൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതാണ്. നെയ്ക്ക് പകരം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കോക്കനട്ട് ഓയിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ലാത്തതാണ്, അത് ചേർക്കാം. സാധാരണ ഓയിൽ ചേർക്കുന്നതിനേക്കാളും കോക്കനട്ട് ഓയിലാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഞാനിത് എന്തായാലും ഒരു 5 മിനിറ്റ് ഇതിൻ്റെ ഒത്തിരിയുള്ള ചൂടൊക്കെ ഒന്ന് മാറാൻ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇത് ശർക്കരപ്പാനി ഉപയോഗിക്കേണ്ട എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാം. പഞ്ചസാര വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ, അത് ഞാൻ പറയുന്നത് ഇതൊരു ഹെൽത്തി റെസിപ്പി ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇനി അതല്ല കുറച്ചും കൂടെ ഒന്ന് റിച്ച് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടെ ഒന്ന് പോഷാക്കാം നമുക്ക്. അതുപോലെ തന്നെ ഇച്ചിരി പഞ്ചസാര ആഡ് ചെയ്യാം ശർക്കരയ്ക്ക് പകരം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പീര കൊണ്ടുള്ള നമ്മുടെ ബർഫി ഇവിടെ റെഡിയാണ്. ഇത് കഴിക്കാനും നല്ല സ്വാദാണ്. ഇതിപ്പോൾ തേങ്ങാപ്പീര ആയതുകൊണ്ട് ഇതിന് സ്വാദ് കുറവൊന്നുമില്ല, എങ്കിൽ പോലും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പീരയുടെ ആ ഒരു സ്വാദ് കിട്ടത്തില്ല, അത് നമുക്കറിയാം. പക്ഷേ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഇതിനകത്ത് ശർക്കര ചേർത്തതുകൊണ്ട്, അതിൻ്റെ ഒരു ജ്യൂസ് അല്ലെങ്കിൽ ശർക്കര നീര് ചേർത്തതുകൊണ്ട് ഈ ഒരു തേങ്ങാപ്പീരയ്ക്കകത്ത് അതിങ്ങനെ കയറി പിടിച്ച് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വായിൽ അലിഞ്ഞു പോകും. അത്രത്തോളം സോഫ്റ്റാണ്. നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ സോഫ്റ്റാണ് ഈ ഒരു സംഭവം. ഇത് കണ്ടോ, ഇതിപ്പോൾ പെട്ടെന്ന് ഞാനും തൊടുമ്പോഴത്തേക്കും അതങ്ങനെ വിട്ട് പോവാണ്, അത്രയും സോഫ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനപ്പോൾ ഈ ഒരു തേങ്ങാപ്പീരയുടെ ഒത്തിരി റെസിപ്പി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബർഫി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി ഇട്ടിട്ടുണ്ട്, അതുപോലെ ദോശ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് കാണണം, നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി മുതൽ തേങ്ങാപ്പീര കളയാൻ നിങ്ങൾക്ക് ആർക്കും തോന്നില്ല കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസാണ് നമുക്ക് തേങ്ങാപ്പീര കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.